കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി തൃഷാന കോമയിലായ സംഭവത്തിൽ പ്രതി ഷെജീലിനെതിരെ വീണ്ടും കേസ്. ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് പണം തട്ടിയതിനാണ് നാദാപുരം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിദേശത്ത് കഴിയുന്ന പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. തെറ്റായ വിവരങ്ങൾ നൽകി 30,000 രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരമായി വാങ്ങിയെടുത്തതിനാണ് നാദാപുരം പോലീസ് ഷെജീലിനെതിരെ പുതിയ കേസെടുത്തത്. ഫെബ്രുവരി 17-ന് വടകര ചോറോടുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് കണ്ണൂർ മേലേച്ചൊവ്വ സ്വദേശിനിയായ 9 വയസ്സുകാരി ദൃഷാന. അപകടത്തിൽ ദൃഷാനയുടെ മുത്തശ്ശി 68-കാരി ബേബി മരണപ്പെട്ടിരുന്നു. ഇവരെ രണ്ടുപേരെയും ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞ കാർ പുറമേരി വെള്ളൂർ റോഡിലെ സ്വകാര്യ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്ക് കയറ്റിയിരുന്നു. കാർ മതിലിൽ ഇടിച്ച് തകർന്നതാണെന്ന് ഇൻഷുറൻസ് കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതി ഷെജീൽ നഷ്ടപരിഹാരം വാങ്ങിയത്. ഈ സംഭവത്തിലാണ് നാദാപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ ശേഷം ഇൻഷുറൻസ് കമ്പനിയെ പോലും കബളിപ്പിച്ച് പണം വാങ്ങി വിദേശത്തേക്ക് കടന്ന പ്രതി ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ കേസിൽ അന്വേഷണ സംഘം നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അപകടം വരുത്തിവെച്ച കാർ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 9 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഈ കാർ കണ്ടെത്തിയതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. അതിന് പിന്നാലെയാണ് പ്രതിക്കെതിരെ പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.